എല്ലാവർക്കും നമസ്കാരം. മായ സാറിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മെയ് 2025 രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Wands, 7 of Cups, 4 of Pentacles, 9 of Cups, World card, 10 of Swords. ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് ആൻഡ് വേൾഡ് കാർഡ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും. കാരണം ഒന്ന്, നിങ്ങൾ ആഗ്രഹിച്ച വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ സാധ്യമാകുന്നതിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഒത്തിരി അധികം നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ട്. ജോലി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ടുള്ളൊരു ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ശമ്പളം നല്ലൊരു ശമ്പളം, തരക്കേടില്ലാത്ത ശമ്പളമാണെന്ന് ഇരിക്കെ കൂടി നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കായിട്ടൊരു സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, മറിച്ച് ജോലി എന്നതിന് പുറകെ ആയിരിക്കും. കാരണം അതൊഴിച്ച് വേറെ ഒന്നിനും സമയമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വർക്ക്, മറ്റൊരാളുടെ വർക്കും നിങ്ങളുടെ വർക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ടോക്സിക് എൻവയൺമെൻറ്റിൽ നിന്നൊക്കെ പുറത്ത് നിങ്ങൾ പല കാര്യങ്ങളും വിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഒരു ട്രാൻസ്ഫറോ പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി മാറ്റവുമാവാം. കാരണം ഇവിടെ ഒരു മാറ്റം എന്തായാലും കാണിക്കും, ഒരു എൻഡിങ് ഫേസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജോലി മാറ്റമായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള ജോലി നിർത്തി പുതിയതിലേക്ക് കടത്തുന്നു. അപ്പോൾ ഒരു കംപ്ലീഷൻ ഫേസാണ്. ഒരു ജോലി നിങ്ങൾ നിർത്തിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടുള്ള ഒരു സൂചന ഇതിവിടെ തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അവസാനിച്ച് പുതിയൊന്നിലേക്കാണ്. അപ്പോൾ അതൊരു പ്രൊമോഷനും ആവാം. കാരണം ഒരു പ്രൊമോഷൻ ഇപ്പോൾ ഉള്ള ജോലി നിർത്തി അല്ലെങ്കിൽ ആ ഒരു ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ആ സ്ഥാനത്തു നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഉദ്യോഗ കയറ്റം കിട്ടുന്നതാവാം. അങ്ങനെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് മാറുന്നു. ടെമ്പററി ആയിട്ടൊരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ പെർമനൻ്റ് പൊസിഷൻ ലഭിക്കുന്നു. ശമ്പള വർധനവരോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ ഒത്തിരി ചെയ്യാനുള്ള അവസരമുണ്ട്. യാത്രകൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യാത്ര ചെയ്യാനുള്ള അവസരം, നിങ്ങൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഫാമിലി ടൂറ് കാര്യങ്ങൾ, വെക്കേഷൻ കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്ക് റിലേറ്റഡ് ആയിട്ട്, ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾ, മറ്റ് ദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. യാത്രകൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. മാത്രമല്ല ഇപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് മടി കൊണ്ട് ഒഴിവാക്കാതിരിക്കുക, യാത്രകൾ പ്രയോജനം ചെയ്യുന്ന ഒന്നുകൂടി ആയി മാറുന്നുണ്ട്. അപ്പോൾ യാത്രകളിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന ആളുകളായിരിക്കാം, യാത്രകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില സാഹചര്യങ്ങളും അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രയോജനം ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഫഷണലോ പേഴ്സണലോ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവ്യമാകുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ പരമാവധി ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു പ്രയോജനമായിരിക്കും. പിന്നെ കഴിഞ്ഞുപോയ കാലത്തിൽ തങ്ങി നിൽക്കാതിരിക്കുക. പുതിയ ചില സാഹചര്യങ്ങൾ വരും, പുതിയ ജോലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ചില ആളുകളിലും ഒരു കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന ഒരു ഇനി സാധ്യമാകുമോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ കാലത്തിൽ സംഭവിച്ചിട്ടുള്ള തോൽവികൾ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊന്നും മനസ്സിൽ വയ്ക്കാതെ പുതിയൊരു ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതമാണ്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. ഓക്കെ. അതേപോലെ 7 ഓഫ് കപ്സ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നു അത്രത്തോളം നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്.
അവസരങ്ങൾ ഒത്തിരി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്ന വ്യക്തി. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ചില ആളുകളെ സംബന്ധിച്ച് എനിക്കിതിന് അർഹതയില്ല, യോഗ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് ചില ജോലികൾ വരുമ്പോൾ അപ്ലൈ പോലും ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിന് ഞാൻ അർഹതപ്പെടുന്നില്ല, എനിക്ക് അർഹതയില്ല എന്നുള്ളതാണ്. അവിടെ അർഹതയോ യോഗ്യതയോ ഒന്നുമല്ല നിങ്ങളിവിടെ അളക്കേണ്ടത്. അത് അളക്കേണ്ടത് നിങ്ങളല്ല, മറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് ജോലിയാണ് ഇഷ്ടപ്പെടുന്നത് അത് മാത്രം ചിന്തിക്കുക. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ അയക്കുക, ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കോൺഫിഡൻസോട് കൂടിയിട്ട് പോവുക. കാരണം ഇവിടെ ഏറ്റവും വലുത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആവണോ അത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. കാരണം പലരുടെയും ഏറ്റവും വലിയ നെഗറ്റിവിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെഗറ്റീവ് വൈബ് തരുന്നുണ്ടാവുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ അത് പോസിറ്റീവാക്കി വയ്ക്കുമ്പോൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ കരുതുന്ന ചില വ്യക്തികൾ, ചില ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ മൂലം മാറിപ്പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അത് ചിലപ്പോൾ ചില സുഹൃത്തുക്കളായിരിക്കാം, ചില ബന്ധുക്കളായിരിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ, അത് സുഹൃത്തുക്കളാവാം മറ്റാരെങ്കിലും ആവാം, അവരായിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണകളും മൂലം മാറി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തിരിച്ചു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയാണ്. ബാല്യകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ തിരിച്ചു വരുന്നു. കുട്ടിക്കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ചില വ്യക്തികൾ, അങ്ങനെയുള്ള നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 7 of Cups ആൻഡ് 10 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഴയ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വിവാഹം കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ് ലവർ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ചുരുക്കം ചില ആളുകൾക്കാണ്. നിങ്ങളുടെ എക്സ് ലവർ ആയിരുന്ന വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ എക്സ് സ്പൗസ് ആയിരിക്കാം. നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരാനും വീണ്ടും ഒരുമിച്ച് ചേരാനും കൂടാനും ഉള്ള അവസരം കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ച് കണ്ടുമുട്ടുന്ന, ഇപ്പോൾ പഴയ പ്രണയിതാക്കൾ ഒരു അറേഞ്ച് മാരേജിലൂടെ കണ്ടുമുട്ടുകയും വിവാഹത്തിലേക്ക് കലാശിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഈവൻ ഡിവോഴ്സിന് ശേഷം വീണ്ടും തിരിച്ച് ഒരുമിക്കുന്ന ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളായിരിക്കാം അല്ലെങ്കിൽ ബന്ധങ്ങളായിരിക്കാം ഇങ്ങനെ തിരിച്ചു വരുന്നത്. എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത്. പല തെറ്റിദ്ധാരണകളും മൂലവും മറ്റുമൊക്കെ അകന്നു നിൽക്കുന്നവർ തിരിച്ച് ഒരുമിച്ച് ചേരുന്നു എന്നുള്ളൊരു സാഹചര്യം. പിന്നെ 4 of Pentacles ആൻഡ് വേൾഡ് കാർഡാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് ജീവിതം നിങ്ങൾ ആസ്വദിക്കുകയാണ്. സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ ഒരു സമയമാണിപ്പോൾ. അതായത് നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ചെറിയൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ പൊതുവെ വീട്ടിൽ എന്തെങ്കിലും കറികൾ വയ്ക്കുന്നവരാണെങ്കിൽ ഹസ്ബൻഡിനോ കുട്ടികൾക്കോ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കറി ചിലപ്പോൾ നിങ്ങൾ വയ്ക്കുന്നുണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടി നിങ്ങൾ വയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് സെൽഫ് കെയർ ആണ്, സെൽഫ് ലവ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതും അനിവാര്യമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരിടത്തേക്ക് നിങ്ങളായിട്ട് ഒറ്റയ്ക്ക് പോകുന്നു, മറ്റുള്ളവരല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച്, റിട്ടയർമെൻറ്റ് ഫേസിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഞാൻ റിട്ടയർ ആകുന്നു അല്ലെങ്കിൽ പ്രായമാകുന്നു അല്ലെങ്കിൽ ഇനി എന്ത് അല്ലെങ്കിൽ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അലട്ടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആവുകയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് ചിന്ത വരാതെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ഉള്ളത് സമയമാണ്. ഈ സമയം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയം പലരെയും സംബന്ധിച്ചിടത്തോളം നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ അവസരം ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നുണ്ട്.
വർക്ക് ചെയ്യാതെ ഒന്നും ലഭിക്കില്ല. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഫലവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.